ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കയപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്ലാസ് പച്ചരി കുതിർത്തി പൊടിച്ചെടുത്തതാണേ. ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് ചക്ക വരട്ടിയതും മധുരത്തിന് ശർക്കരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മാവിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചതും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി വാഴയില ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നന്നായി കഴുകി ഗ്യാസിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കുക. ചക്ക വരട്ടാനൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ. ചക്ക നന്നായിട്ട് കുക്കറിൽ ഒരു 4-5 സ്റ്റീം അടിച്ച് വേവിച്ച് ഉടച്ച് വരട്ടിയെടുക്കുക കേട്ടോ. ചക്ക വരട്ടിയതിൽ ശർക്കര ഇട്ടാണ് വേവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം നോക്കിയിട്ട് അപ്പത്തിലിട്ടാൽ മതി കേട്ടോ. ഇനി ഓരോ ഇലക്കഷ്ണം എടുത്തിട്ട് 1-2 സ്പൂണ് മാവ് അതിലിട്ടിട്ട് ഇതുപോലെ മടക്കി വെക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു പൊതി റെഡിയായി. അങ്ങനെ എല്ലാ മാവുകളെയും ഈ ഇലയിലിട്ടിട്ട് പൊതിഞ്ഞിങ്ങനെ വെക്കുക. ഇനി കുക്കറിൽ ഒരു 4 സ്റ്റീമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് സിമ്മിലിടുക കേട്ടോ. എന്നിട്ട് സിമ്മിലിട്ട് ഒരു അരമണിക്കൂർ കിടന്ന് പതുക്കെ തീയിൽ വേവട്ടെ. നന്നായി അതുപോലെ തന്നെ വേവിക്കണം കേട്ടോ. ചക്കയാണ്, നന്നായി വെന്തിട്ടില്ലെങ്കിൽ അറിയാലോ എല്ലാവർക്കും നല്ല പണി കിട്ടും, വയറുവേദന എല്ലാം വരും കേട്ടോ. അതിനൊക്കെ പുറമെ വായയിൽ ഒട്ടിപ്പിടിച്ചിട്ട് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചക്കപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ചക്കപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിനൊക്കെ പുറമെ നല്ലൊരു സംതൃപ്തിയും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ ശുദ്ധമായ വാഴയുടെ ഇല, പിന്നെ വിഷമൊന്നുമില്ലാത്ത നമ്മുടെ ചക്ക, പിന്നെയോ എണ്ണയൊന്നുമില്ല, അങ്ങനത്തെ ഒരു പലഹാരം. അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ധൈര്യമായി കഴിച്ച് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൂ കേട്ടോ. അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുതേ.